എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം 4 മണിയോടെ മാത്രമേ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുമെങ്കിലും വിദ്യാർത്ഥികളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുന്നത് ഏകദേശം 4 മണിയോടെ ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 3:30-4 മണി ആ ഒരു ടൈമിനുള്ളിലാണ് ഈ ഒരു വെബ്സൈറ്റിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മണി 7 മണി ആവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റിസൾട്ട് അറിയാൻ പറ്റും. കാരണം റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ നിരവധി വിദ്യാർത്ഥികൾ വെബ്സൈറ്റിലേക്ക് റിസൾട്ട് അറിയാനായിട്ട് പ്രവേശിക്കുന്നത് കാരണം വെബ്സൈറ്റിലേക്ക് ഒരു ട്രാഫിക് ഉണ്ടാവുകയും അത് കാരണം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പേജ് ലോഡായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ഏകദേശം ഒരു വൈകുന്നേരം അതായത് രാത്രി 7 മണി ആകുന്നത് വരെ ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാരണം മുൻ വർഷങ്ങളും ഇതേ രീതിയിൽ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഏകദേശം കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് കിട്ടുന്നതിനായിട്ട് ഏകദേശം ഒരു 5-6 മണി ആ ഒരു ടൈമിലേക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് എല്ലാവർക്കും റിസൾട്ട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു വിദ്യാർത്ഥികൾക്ക് 5-10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ പറയാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 5 മാർക്ക് മുതൽ അതായത് 5 മാർക്ക് അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പരീക്ഷയിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ 10 മാർക്ക് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥി ജയിക്കുമോ എന്നാണ് ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചത്. ഈ ഒരു കാര്യം സത്യമാണോ എന്നാണ് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാവുന്നത് 40 മാർക്കിൽ നിങ്ങൾക്ക് പരീക്ഷയുണ്ട്, അതുപോലെ 80 മാർക്കിലും പരീക്ഷയുണ്ട്. അപ്പോൾ 40 മാർക്കിൻ്റെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 40 മാർക്കിലാണ്. അപ്പോൾ അതിൽ 10 മാർക്ക് CE മാർക്ക് ആ ഒരു സബ്ജക്റ്റിനുണ്ട്. അങ്ങനെ 40 + 10 50 മാർക്ക്. അപ്പോൾ ഈ ഒരു 50-ലാണ് ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റേത് വരുന്നത്. 40 മാർക്ക് എഴുത്ത് പരീക്ഷ, 10 മാർക്ക് CE മാർക്ക്, ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റ് വരിക. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്കാണ് CE വരുന്നത്. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 100 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 50 മാർക്കിലും അതുപോലെ തന്നെ 100 മാർക്കിലും ആ ഒരു മാർക്ക് വരുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ 5 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും എന്നുള്ളത്, അതുപോലെ 10 മാർക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയാൽ എങ്ങനെ നിങ്ങൾ ജയിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5 മാർക്കാണ് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടിയതെന്ന് വിചാരിക്കുക. അതുപോലെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ആദ്യം 40 മാർക്കിൻ്റേത് പറയാം, അതിനുശേഷം 80 മാർക്കിൻ്റേത് പറയാം. അപ്പോൾ ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് ഫുൾ CE മാർക്ക് കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 15 മാർക്ക് വരുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ D+ ആണ് ഒരു വിദ്യാർത്ഥിക്ക് അതായത് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അതിൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിന് 10 മാർക്ക് CE ഉൾപ്പെടെ അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിന് പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CE ഉൾപ്പെടെ 50 മാർക്കിൽ നിങ്ങൾക്ക് 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ഒന്നുകിൽ 15 അല്ലെങ്കിൽ 16, 17, 18, 19 ഈ ഒരു മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ D+ ഗ്രേഡ് കിട്ടും, നിങ്ങൾ ജയിക്കുകയും ചെയ്യും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് CE ഫുള്ളും കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് ടോട്ടൽ കിട്ടും. അങ്ങനെ 15 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡാണ് D+ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ ജയിക്കും. അതായത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ്, ജയിക്കാൻ വേണ്ട ഗ്രേഡാണ് D+ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കാം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 10 മാർക്കേ പരീക്ഷയ്ക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് ഫുൾ CE മാർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുക 30 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടലായിട്ട് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു D+ ഗ്രേഡാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ജയിക്കാൻ വേണ്ട ഗ്രേഡ് എന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ മാത്രം ഒരു 10 മുതൽ 19 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അതായത് 10ഉം അതിന് 19നും ഇടയിലായിട്ടും അതുപോലെ 19ഉം 10ഉം ഉൾപ്പെടെ അതായത് 10 മുതൽ 19 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടും. അതായത് CE മാർക്ക് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ 100-ൽ നിങ്ങൾക്ക് 30 മാർക്ക് മുതൽ 39 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും
കിട്ടുകയാണെങ്കിൽ D+ ഗ്രേഡാണ് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് CE മാർക്ക് ഉൾപ്പെടെ, അതായത് 80 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്നു, 20 മാർക്ക് CE മാർക്ക് കിട്ടുന്നു, അങ്ങനെ ടോട്ടൽ 30 മാർക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടും. ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാരണം, ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 മാർക്കും അതുപോലെ 10 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വിദ്യാർത്ഥി ആ ഒരു SSLCയുടെ സബ്ജക്റ്റ് പാസ്സാവും എന്നുള്ളത്. ആ ഒരു കാര്യം സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഫുൾ CE മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ 5 മാർക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിലും 10 മാർക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിലും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് ടോട്ടലായിട്ട് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ CE ഉൾപ്പെടെ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 10 മാർക്ക് പരീക്ഷയിൽ 20 മാർക്ക് CE മാർക്ക്, അങ്ങനെ ടോട്ടൽ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ D+ ഗ്രേഡ് കിട്ടി നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ നേടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടിയ ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു ഗ്രേഡിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിവിധ ഗ്രേഡുകൾ കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ആ ഒരു സബ്ജക്റ്റിന് കിട്ടിയത് എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ SSLC റിസൾട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ വർഷം, അതായത് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക്, അതായത് 10 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതേസമയം എലിജിബിൾ എന്നുള്ളതിന് പകരം ആദ്യം ഉള്ളത് നോട്ട് എലിജിബിൾ എന്നാണ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ എലിജിബിൾ എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതേസമയം നോട്ട് എലിജിബിൾ എന്നാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ഇതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തോറ്റതായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ജൂൺ മാസത്തിൽ SSLC സേ പരീക്ഷയുണ്ട്. അപേക്ഷ നിങ്ങൾക്ക് ഏകദേശം മെയ് 10-ാം തീയതിയോടെ ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് A+ മുതൽ D+ വരെ എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡുകൾ കിട്ടുക എന്ന് നോക്കാം. നിങ്ങളുടെ SSLC റിസൾട്ടിൽ ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഗ്രേഡുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് CE മാർക്ക് ഉൾപ്പെടെ, അതായത് 10 മാർക്ക് CE മാർക്ക് ഉൾപ്പെടെ 40 മാർക്ക് പരീക്ഷയിൽ ഉള്ള മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ 40 + 10 മാർക്ക് CE ടോട്ടൽ 50 മാർക്കിൽ നിങ്ങൾക്ക് 45 മുതൽ 50 വരെ കിട്ടിയാൽ A+ ആണ്. 40 മുതൽ 44 വരെ A ഗ്രേഡ്, 35 മുതൽ 39 വരെ B+ ഗ്രേഡ്, 30 മുതൽ 34 വരെ B ഗ്രേഡ്, 25 മുതൽ 29 വരെ C+ ഗ്രേഡ്, 20 മുതൽ 24 വരെ C ഗ്രേഡ്, അതുപോലെ തന്നെ 15 മുതൽ 19 വരെ D+ ഗ്രേഡ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് D+ ഗ്രേഡ് വരെയാണ് ഉണ്ടാവുക. ഇതിന് താഴെ നിങ്ങൾക്ക് DO EO ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് മനസ്സിലാക്കാം. പിന്നീട് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 100ലാണ് ഈ ഒരു 80 മാർക്കുള്ള സബ്ജക്റ്റ് CE ഉൾപ്പെടെ വരിക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ കിട്ടിയാൽ A+, 80 മുതൽ 89 വരെ A ഗ്രേഡ്, 70 മുതൽ 79 വരെ B+, 60 മുതൽ 69 വരെ B ഗ്രേഡ്, 50 മുതൽ 59 വരെ ഈ ഒരു C+ ഗ്രേഡ്, അതുപോലെ തന്നെ 40 മുതൽ 49 വരെ C ഗ്രേഡ്, അതുപോലെ 30 മുതൽ 39 വരെ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ജയിക്കാൻ വേണ്ട ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഗ്രേഡാണ് ഈ ഒരു D+ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ജയിക്കാനായിട്ട് വേണം, അതുപോലെ എത്ര മാർക്ക് ഈ ഒരു A+ മുതൽ A+ മുതൽ D+ വരെ കിട്ടാനായിട്ട് വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.